അമ്മയുടെ കക്കർച്ചി ഫ്രൈക്ക് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വീട്ടിലെ കക്കർച്ചി വാങ്ങിച്ചപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം, അമ്മയുടെ റെസിപ്പി ഷെയർ ചെയ്യലൊന്നും കരുതിയിട്ട്. അമ്മയുടെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് അരിഞ്ഞു വെക്കും. ഞാനാണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ഓരോ പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ട് ഓരോന്നാണ് ഇടുന്നത്. ഇത് അങ്ങനെയല്ല, പാൻ ചൂടായി എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് ചേർക്കും. അതിന്റെ കളർ മാറി വരുമ്പോൾ ഓരോ പൊടികൾ ചേർക്കും കേട്ടോ. എന്തൊക്കെ പൊടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയാണ് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം കക്കർച്ചിയിൽ അമ്മ ഓൾറെഡി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടി ആഡ് ചെയ്തില്ല. വേണമെങ്കിൽ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിച്ച് വെച്ച കക്കർച്ചി ചേർക്കാം കേട്ടോ. ഞങ്ങൾ കുക്കറിലാണ് കക്കർച്ചി വേവിച്ചത്. എന്നിട്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് അതിന് തീ സിമ്മിലാക്കി വെച്ച് പതിയെ പതിയെ ഇതുപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വലിയ കക്കർച്ചിനെക്കാളും ടേസ്റ്റ് കുഞ്ഞു കക്കർച്ചിയാണ്. കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിനെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതായത് നമ്മുടെ കളറൊക്കെ മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്.